HMP വൈറസ് ബാധ സംബന്ധിച്ച് സംസ്ഥാനത്ത് ആശങ്ക വേണ്ടെന്ന് ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ്. HMP വൈറസിനെ കുറിച്ച് പ്രചരിക്കുന്ന വാർത്തകൾ വാസ്തവ വിരുദ്ധമാണെന്ന് ആരോഗ്യമന്ത്രി. എല്ലാവർക്കും വീടും ഭൂമിയും ഈ സർക്കാരിന്റെ പ്രഖ്യാപിത ലക്ഷ്യമാണെന്ന് റവന്യൂ വകുപ്പ് മന്ത്രി കെ രാജൻ. കുന്നംകുളത്ത് മന്ത്രിയുടെ അധ്യക്ഷതയിൽ നടന്ന അദാലത്തിൽ 12 പേർക്ക് പട്ടയവും 20 പേർക്ക് മുൻഗണനാ റേഷൻ കാർഡുകളും വിതരണം ചെയ്തു. തൃശൂർ മെഡിക്കൽ കോളേജിൽ വികസന പ്രവർത്തനങ്ങൾക്ക് തുടക്കമായി. മെഡിക്കൽ കോളേജിന്റെ വൈദ്യുതി ആവശ്യങ്ങൾ നിറവേറ്റാൻ 33 kV സബ്സ്റ്റേഷൻ നിർമ്മിക്കുവാനുള്ള നടപടി തുടങ്ങിയെന്ന് ആരോഗ്യമന്ത്രി വീണ ജോർജ്. സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ സ്വർണ്ണക്കപ്പിനായി പൊരിഞ്ഞ പോരാട്ടം. 935 പോയിന്റുമായി തൃശൂർ ജില്ല 1ാം സ്ഥാനത്ത് തുടരുന്നു. നമസ്കാരം. വിശദാംശങ്ങളിലേക്ക്. HMP വൈറസിനെ കുറിച്ച് പ്രചരിക്കുന്ന വാർത്തകൾ വാസ്തവ വിരുദ്ധമാണെന്ന് ആരോഗ്യമന്ത്രി വീണ ജോർജ് പറഞ്ഞു. തൃശൂർ മെഡിക്കൽ കോളേജിൽ മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു മന്ത്രി. കഴിഞ്ഞ ദിവസം ചില മാധ്യമങ്ങളിൽ പ്രചരിച്ചത് പുതിയ വൈറസ് കണ്ടുപിടിക്കപ്പെട്ടുവെന്നാണ്. എന്നാൽ ഇത് പുതിയ വൈറസ് അല്ലെന്നും മുൻപേ കണ്ടുപിടിക്കപ്പെട്ടതാണെന്നും ICMR തന്നെ വ്യക്തത വരുത്തിയിട്ടുണ്ടെന്നും മന്ത്രി പറഞ്ഞു. 2001 ഇത് ആഗോളതലത്തിൽ കണ്ടുപിടിക്കപ്പെട്ടത്. പക്ഷേ അതിനും 50 വർഷം മുൻപ് തന്നെ ഈ വൈറസ് വ്യാപിച്ചിരുന്നുവെന്നാണ് വൈദ്യശാസ്ത്ര ലോകം പറയുന്നത്. കേരളത്തിൽ 2023-ലും 24-ലും സാമ്പിൾ പരിശോധനയിൽ ഈ വൈറസിന്റെ സാന്നിധ്യം തിരിച്ചറിയപ്പെട്ടിട്ടുണ്ടെന്നും മന്ത്രി പറഞ്ഞു. തെറ്റായ വാർത്തകളാണ്, വാസ്തവവിരുദ്ധമായിട്ടുള്ള വാർത്തകളാണ്. റെസ്പിറേറ്ററി പാനലിന്റെ പരിശോധനയുടെ ഭാഗമായി ഈ വൈറസ് പലതവണ ഡിറ്റക്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. 2023-ലെയും 24-ലെയും ഡേറ്റ എടുത്താൽ 11 സാമ്പിളുകളിൽ ഇത് കണ്ടെത്തിയിട്ടുണ്ട്. അപ്പോൾ ഡിനോമിനേറ്ററും വലിയൊരു സാമ്പിൾ അല്ല എന്നുള്ളത് കാണാനായിട്ട് സാധിക്കും. നമുക്ക് സ്റ്റേറ്റ് പബ്ലിക് ഹെൽത്ത് ലാബിലും ഇത് കണ്ടുപിടിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതൊരു പുതിയ വൈറസ് അല്ല. ആഗോളതലത്തിൽ തന്നെ 2001 കണ്ടുപിടിച്ചു. അതിനു മുമ്പ് തന്നെ ഉണ്ടായിരുന്നതാണ്. ഇന്ത്യയിലും അനേക വർഷങ്ങളായിട്ട് സർക്കുലേറ്റ് ചെയ്യുന്നൊരു വൈറസാണ്. അപ്പോൾ അതുകൊണ്ട് ഇത് സംബന്ധിച്ച് ഭയപ്പെടുത്തുന്ന രീതിയിൽ, ഭീതിപ്പെടുത്തുന്ന നിലയിൽ വാർത്തകൾ പ്രചരിപ്പിക്കരുത്. ചില സോഷ്യൽ മീഡിയ ഗ്രൂപ്പുകളിലൊക്കെ അങ്ങനെ വരുന്നത് അത് തെറ്റായിട്ടുള്ള കാര്യമാണ്. അത് തെറ്റിദ്ധരിപ്പിക്കരുത്, ആശങ്ക പടർത്തരുത് എന്നുള്ളതാണ് ആദ്യമേ അഭ്യർത്ഥിക്കാനുള്ളത്. ഇന്ത്യയിൽ അനേക വർഷങ്ങളായി സർക്കുലേറ്റ് ചെയ്യുന്ന ഒരു വൈറസാണ് ഇത്. അതുകൊണ്ട് ഭയപ്പെടുത്തുന്ന രീതിയിൽ വാർത്തകൾ പ്രചരിപ്പിക്കരുതെന്നും മന്ത്രി പറഞ്ഞു. ചില രാജ്യങ്ങളിൽ വൈറസ് വ്യാപനം കൂടിയതായുള്ള വാർത്തകൾ വരുന്ന സാഹചര്യത്തിൽ സംസ്ഥാന സർക്കാർ ഇക്കാര്യം സൂക്ഷ്മമായി വിലയിരുത്തി വരികയാണെന്നും ഓരോ ജില്ലാ തലത്തിലും കൂടുന്നുണ്ടോ എന്ന് പരിശോധിച്ചു വരികയാണെന്നും മന്ത്രി പറഞ്ഞു. ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ലെങ്കിലും ഗർഭിണികളും പ്രായമായവരും മാസ്ക് ധരിക്കുന്നത് നല്ലതാണെന്നും മന്ത്രി അഭിപ്രായപ്പെട്ടു. TCV ന്യൂസ്, തൃശൂർ. എല്ലാവർക്കും വീടും ഭൂമിയും ഈ സർക്കാരിന്റെ പ്രഖ്യാപിത ലക്ഷ്യമാണെന്ന് റവന്യൂ വകുപ്പ് മന്ത്രി കെ രാജൻ. സർക്കാരിന്റെ കരുതലും കൈത്താങ്ങും പദ്ധതിയുടെ ഭാഗമായി കുന്നംകുളം താലൂക്ക് തല പരാതി പരിഹാര അദാലത്ത് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. മന്ത്രി ഡോക്ടർ ആർ ബിന്ദു അധ്യക്ഷത വഹിച്ചു. കുന്നംകുളം ബഥനി സ്കൂൾ ഹാളിൽ നടന്ന അദാലത്തിൽ 12 പേർക്ക് പട്ടയവും 20 പേർക്ക് മുൻഗണനാ റേഷൻ കാർഡുകളും വിതരണം ചെയ്തു. MLA AC മൊയ്തീൻ, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് VS പ്രിൻസ്, കുന്നംകുളം നഗരസഭാ ചെയർപേഴ്സൺ സീതാ രവീന്ദ്രൻ തുടങ്ങിയവർ സംസാരിച്ചു. അദാലത്തുകളിൽ ഉൾപ്പെടാതെ വിവിധങ്ങളായിട്ടുള്ള ഫയലുകളുടെ ഭാഗമായി ദീർഘമായൊരു കാലം കെട്ടിക്കിടന്നതുമായിട്ടുള്ള പ്രശ്നങ്ങൾ ഉൾപ്പെടെ മന്ത്രിമാർ നേരിട്ടിരുന്ന് അതിൻ്റെ പരാതികൾ സ്വീകരിച്ചുകൊണ്ട് പരിഹരിക്കണം എന്നൊരാശയം ഇതിപ്പോൾ 2ാമത്തെ തവണയാണ് കേരളത്തിലെ ഗവൺമെൻറ്, നിലവിലുള്ള ഗവൺമെൻറ് സ്വീകരിക്കുന്നത്. അതിനു മുമ്പുള്ള ഗവൺമെൻറ്റും ഈ വിധത്തിലുള്ള നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട്. കേരളത്തിലെ ഗവൺമെൻറ് ജനങ്ങൾക്ക് ഏറ്റവും ഉചിതമാകുന്ന വിധത്തിൽ, ജനങ്ങളെ സഹായിക്കാൻ കഴിയുന്ന വിധത്തിൽ. എരുമപ്പെട്ടി പോലീസ് സ്റ്റേഷൻ പൊതുവഴി കയ്യേറിയതായുള്ള പരാതി പരിശോധിച്ച് നടപടി സ്വീകരിക്കാൻ കരുതലും കൈത്താങ്ങും അദാലത്തിൽ നിർദ്ദേശം. എരുമപ്പെട്ടി പഞ്ചായത്ത് അംഗം MC ഐജു നൽകിയ പരാതിയിലാണ് മന്ത്രി ഡോക്ടർ ആർ ബിന്ദു നിർദ്ദേശം നൽകിയത്. കളക്ടർക്കാണ് മന്ത്രി നിർദ്ദേശം നൽകിയത്. എരുമപ്പെട്ടി പോലീസ് സ്റ്റേഷന്റെയും പോലീസ് ക്വാർട്ടേഴ്സിന്റെയും മധ്യഭാഗത്തുകൂടി പുഴക്കടവിലേക്കും മേഖലയിലെ 18ഓളം വീട്ടുകാർക്കും സഞ്ചരിക്കുവാനുള്ള പൊതുവഴിയാണ് പോലീസ് കയ്യേറിയതെന്ന് കാണിച്ച് MC ഐജു അദാലത്തിൽ പരാതി നൽകിയിരുന്നു. തൃശൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജിന്റെ ചരിത്രത്തിൽ ഏറ്റവും വികസന പ്രവർത്തനങ്ങൾ നടക്കുന്ന കാലഘട്ടമാണിതെന്ന് ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ് പറഞ്ഞു. തൃശൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജിൽ വിവിധ പദ്ധതികളുടെ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി. മെഡിക്കൽ കോളേജുകൾ സാധാരണക്കാർക്ക് അഭയസ്ഥാനമാണ്. മെഡിക്കൽ കോളേജിൽ കോടിക്കണക്കിന് രൂപയുടെ വികസന പ്രവർത്തനങ്ങൾ നടത്താൻ കഴിഞ്ഞതായും മറ്റ് വികസന പ്രവർത്തനങ്ങൾ നടന്നുവരുന്നതായും മന്ത്രി പറഞ്ഞു. ആരോഗ്യ കേന്ദ്രങ്ങൾ സ്മാർട്ട് ആശുപത്രികളായി മാറിയെന്നും മന്ത്രി അഭിപ്രായപ്പെട്ടു. HMP വൈറസിന് ജനിതകമാറ്റം വന്നിട്ടുണ്ടോ എന്ന് സ്ഥിരീകരിക്കാത്ത സാഹചര്യത്തിൽ ആശങ്കയുടെ സാഹചര്യമില്ലെന്ന് മന്ത്രി പറഞ്ഞു.
സ്ഥലം MLAയുടെ ആവശ്യപ്രകാരം വൈദ്യുതി പ്രതിസന്ധി പരിഹരിക്കാൻ 33 kV സബ്സ്റ്റേഷൻ സ്ഥാപിക്കാനുള്ള നടപടികൾ സ്വീകരിക്കുമെന്നും മന്ത്രി വ്യക്തമാക്കി. മെഡിക്കൽ കോളേജിലെ വിവിധ പദ്ധതികളുടെ ഉദ്ഘാടനത്തോടൊപ്പം മുണ്ടത്തിക്കോട് പ്രാഥമികാരോഗ്യ കേന്ദ്രം കുടുംബാരോഗ്യ കേന്ദ്രമായി ഉയർത്തുന്നതിന്റെ പ്രഖ്യാപനവും മന്ത്രി വേദിയിൽ നിർവഹിച്ചു. സേവ്യർ ചിറ്റിലപ്പള്ളി MLA അധ്യക്ഷത വഹിച്ചു. കെ രാധാകൃഷ്ണൻ MP, ആരോഗ്യ വിദ്യാഭ്യാസ ഡയറക്ടർ ഡോക്ടർ തോമസ് മാത്യു, വടക്കാഞ്ചേരി മുനിസിപ്പാലിറ്റി ചെയർമാൻ PN സുരേന്ദ്രൻ, പുഴയ്ക്കൽ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ലീല രാമകൃഷ്ണൻ, അവണൂർ പഞ്ചായത്ത് പ്രസിഡന്റ് തങ്കമണി ശങ്കുണ്ണി, മെഡിക്കൽ കോളേജ് സൂപ്രണ്ട് ഇൻചാർജ് ഡോക്ടർ M രാധിക തുടങ്ങിയവർ സംസാരിച്ചു. TC വിനോസ്, തൃശൂർ. തിരുവനന്തപുരത്ത് നടക്കുന്ന സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ സ്വർണ്ണക്കപ്പിനായി ഇഞ്ചോടിഞ്ച് പോരാട്ടം. 935 പോയിന്റുമായി തൃശൂർ 1-ാം സ്ഥാനത്ത് തുടരുന്നു. 933 പോയിന്റുമായി കണ്ണൂർ 2-ാം സ്ഥാനത്തും 931 പോയിന്റുമായി പാലക്കാട് 3-ാം സ്ഥാനത്തും തുടരുകയാണ്. നാടോടി നൃത്തം, ഭരതനാട്യം, പൂരക്കളി, സംഘനൃത്തം, ചവിട്ടുനാടകം തുടങ്ങിയ ഇനങ്ങളിലാണ് 4-ാം ദിനത്തിൽ മത്സരങ്ങൾ അരങ്ങേറിയത്. സമാപന ദിനമായ ബുധനാഴ്ച നാടോടി നൃത്തം, കേരള നടനം, വഞ്ചിപ്പാട്ട്, ഇരള നൃത്തം, പളിയ നൃത്തം തുടങ്ങിയ ഇനങ്ങളിൽ മത്സരം നടക്കും. സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ മിന്നും താരമായി തൃശൂരിൽ നിന്നുള്ള നന്ദന. മത്സരിച്ച 2 ഇനങ്ങളിലും A ഗ്രേഡ് നേട്ടത്തോടെയാണ് നന്ദന ജില്ലയുടെ അഭിമാന താരമായി മാറിയത്. ഹൈസ്കൂൾ വിഭാഗം നങ്ങ്യാർകൂത്തിലും കഥകളിയിലുമാണ് നന്ദന ഇത്തവണ തൃശൂരിനായി തലസ്ഥാന നഗരിയിലെ സംസ്ഥാന കലോത്സവ വേദിയിലെത്തിയത്. ജില്ലാ കലോത്സവത്തിലെ മിന്നും പ്രകടനത്തിലൂടെ A ഗ്രേഡോടെ 1-ാം സ്ഥാനം നേടിയാണ് സംസ്ഥാന കലോത്സവത്തിലേക്ക് നങ്ങ്യാർകൂത്തിൽ യോഗ്യത നേടിയത്. ഇതേ മികവ് അനന്തപുരിയിലും ആവർത്തിച്ചതോടെ A ഗ്രേഡും സ്വന്തമായി. ഇതേ ഇനത്തിൽ കഴിഞ്ഞ തവണയും സംസ്ഥാന തലത്തിൽ മാറ്ററിയിച്ച നന്ദന A ഗ്രേഡ് നേടിയിരുന്നു. അന്ന് അപ്പീലിലൂടെ എത്തിയായിരുന്നു മികച്ച നേട്ടം കരസ്ഥമാക്കിയത്. നങ്ങ്യാർകൂത്തിന് പുറമെ ഇത്തവണ കഥകളിയിലും അരങ്ങിലെത്തിയ നന്ദന അതിലും A ഗ്രേഡ് നേടി. കഥകളിയിൽ അപ്പീലിലൂടെ എത്തിയായിരുന്നു അഭിമാന നേട്ടം കൈവരിച്ചത്. ഇതോടെ ഇരട്ടി സന്തോഷത്തിലാണ് നന്ദന. തീർച്ചയായിട്ടും 2 വട്ടം A ഗ്രേഡ് കിട്ടിയതിൽ വളരെ സന്തോഷമുണ്ട്. എന്നെ നങ്ങ്യാർകൂത്ത് പഠിപ്പിക്കുന്നത് പൈങ്കുളം നാരായണ ചെക്കിയാറാണ്. കഥകളി പഠിപ്പിക്കുന്നത് കലാമണ്ഡല അരവിന്ദ മാഷാണ്. അപ്പോൾ അവരോട് വലിയ താങ്ക്സ്. പിന്നെ എന്നെ സപ്പോർട്ട് ചെയ്യുന്ന ടീച്ചേഴ്സിനോടും എൻ്റെ പാരൻസിനോടൊക്കെ ഒരുപാട് നന്ദി. തൃശൂർ പൂങ്കുന്നം സ്വദേശി രാജേഷിന്റെയും അധ്യാപികയായ രാഗിയുടെയും മകളായ നന്ദന തൃശൂർ സേക്രഡ് ഹാർട്ട് കോൺവെന്റ് ഗേൾസ് സ്കൂളിലെ 10ാം ക്ലാസ് വിദ്യാർത്ഥിനിയാണ്. TCV തൃശൂർ. ചാവക്കാട് താലൂക്ക് ആശുപത്രിയിൽ നിർമ്മിക്കുന്ന കാഷ്വാലിറ്റി കോംപ്ലക്സ് കെട്ടിട നിർമ്മാണത്തിന്റെ ശിലാസ്ഥാപനം ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ് നിർവഹിച്ചു. കോംപ്ലക്സിന്റെ നിർമ്മാണം ഉടൻ പൂർത്തീകരിക്കുമെന്നും ആശുപത്രിയിലെ വികസനത്തിനു വേണ്ടി കൂടുതൽ സ്ഥലം ലഭ്യമാക്കുവാനുള്ള നടപടികൾ സ്വീകരിക്കുമെന്നും മന്ത്രി പറഞ്ഞു. NK അക്ബർ MLA അധ്യക്ഷത വഹിച്ചു. ഗുരുവായൂർ നഗരസഭാ ചെയർമാൻ M കൃഷ്ണദാസ്, ചാവക്കാട് നഗരസഭാ ചെയർപേഴ്സൺ ഷീജ പ്രശാന്ത്, ചാവക്കാട് താലൂക്ക് ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ ഷാജ് കുമാർ എന്നിവരും രാഷ്ട്രീയ, സാംസ്കാരിക, സാമൂഹിക രംഗത്തെ പ്രതിനിധികളും ചടങ്ങിൽ പങ്കെടുത്തു. നബാർഡ് പദ്ധതിയിൽ 10.8 കോടി രൂപ ഉപയോഗിച്ചാണ് കാഷ്വാലിറ്റി കോംപ്ലക്സ് നിർമ്മിക്കുന്നത്. അതിന്റെ ആശയം ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടേതാണ്. അത് തിരുവനന്തപുരത്ത് ആണ് ഉള്ളത്. ലോകത്തിലെ ഏത് വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ടുമായിട്ടും താരതമ്യം ചെയ്യാൻ കഴിയുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടാണ്. 2023-ലും 2024-ലും ഇവിടെ നമ്മൾ HMPV ആ വൈറസ് കണ്ടുപിടിച്ചിട്ടുണ്ട്. ഇപ്പോൾ നിലവിൽ ആശങ്കപ്പെടേണ്ട ഒരു സാഹചര്യവും ഇല്ല. അനാവശ്യമായിട്ടുള്ളൊരു ഭീതി, കാരണം നമ്മൾ ഒരു ആ നിലയിൽ ആശങ്ക എന്താണ് അതിന്റെ ലക്ഷ്യമെന്നുള്ളതൊക്കെ ഇനി നമുക്ക് കാണാനിരിക്കുന്നതേ ഉള്ളൂ. ജനിതക മാറ്റം വൈറസിലില്ലെങ്കിൽ അതിൽ ആശങ്കപ്പെടേണ്ടതില്ല. കേരളം രാജ്യത്ത് ഒന്നാമതാകുന്നതിന് പിന്നിൽ ആരോഗ്യവകുപ്പിന്റെ മികവ് ഏറ്റവും പ്രധാന ഘടകമാണെന്ന് മന്ത്രി വീണ ജോർജ് പറഞ്ഞു. ചാലക്കുടി താലൂക്ക് ആശുപത്രിയിൽ നിർമ്മിക്കുന്ന ബേൺസ് യൂണിറ്റിന്റെ ശിലാസ്ഥാപനം നിർവഹിക്കുകയായിരുന്നു മന്ത്രി. 1.20 കോടി രൂപ ചെലവിൽ ചാലക്കുടി താലൂക്ക് ആശുപത്രിയിൽ നിർമ്മിക്കുന്ന ബേൺസ് യൂണിറ്റിൽ ആധുനിക സംവിധാനമൊരുക്കും. തീപ്പൊള്ളലേറ്റെത്തുന്നവർക്ക് മികച്ച ചികിത്സ ഇവിടെ ഉണ്ടാകുമെന്ന് മന്ത്രി പറഞ്ഞു. സനീഷ് കുമാർ ജോസഫ് MLA അധ്യക്ഷത വഹിച്ചു. നഗരസഭ വൈസ് ചെയർപേഴ്സൺ ആലീസ് ഷിബു, കൌൺസിലർമാരായ
ദ്വീപു ദിനേശ്, അഡ്വക്കേറ്റ് ബിജു ചിറയത്ത്, MM അനിൽകുമാർ, CS സുരേഷ്, DMO ഡോക്ടർ TP ശ്രീദേവി, ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ AA മിനിമോൾ തുടങ്ങിയവർ സംസാരിച്ചു. അത് നിർമ്മിച്ചിട്ടുണ്ട്. ഒരു ഓക്സിജൻ പ്ലാന്റ് CSR ഫണ്ടാണ്. അത് നമ്മുടെ സംസ്ഥാനത്ത് ഒരു മെഡിക്കൽ കോളേജ്, സർക്കാർ മെഡിക്കൽ കോളേജ് സ്കിൻ ബാങ്ക് ആരംഭിക്കുകയാണ്. അതിൻ്റെ ലൈസൻസ് നമുക്ക് ലഭിച്ചു കഴിഞ്ഞു. കേസുണ്ടോ ഈ മാസം ജനുവരി മാസത്തിൽ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ആരംഭിക്കും. കോട്ടയത്ത് ആരംഭിക്കാനായിട്ട് പോകുന്നു. നമ്മൾ എറണാകുളത്തും കോഴിക്കോടും ഉടൻ തന്നെ ആരംഭിക്കും. ഇതിൽ ഈ അത്യാധുനിക നിലയിലുള്ള ബേൺസ് യൂണിറ്റ് പല നിലയിൽ പൊള്ളലേൽക്കുമ്പോൾ ആ പൊള്ളലിനുള്ള വിദഗ്ധമായിട്ടുള്ള ചികിത്സ സൗകര്യം, ഷവറൊക്കെ ഉൾപ്പെടെയുള്ളത് അതെല്ലാം ശാസ്ത്രീയമായ നിലയിൽ അത് ചിട്ടപ്പെടുത്തിക്കൊണ്ട് ICU. ഇടക്കഴിയൂർ സയ്യിദ് ഹൈദ്രു സിംബിച്ചിക്കോയ തങ്ങളുടെയും സഹോദരി ഫാത്തിമ ബി കുഞ്ഞി ബീവിയുടെ 167ാമത് ആണ്ട് നേർച്ചയുടെ പ്രധാന ചടങ്ങുകളിലൊന്നായ കുടിയേറ്റം നടന്നു. തെക്ക് വടക്ക് ഭാഗം കാഴ്ച കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ നടത്തിയ കുടിയേറ്റ കാഴ്ചകളുടെ ജാറം അങ്കണത്തിലെത്തിയാണ് കുടിയേറ്റം നിർവഹിച്ചത്. ഗുരുവായൂർ ക്ഷേത്രനഗരിയിലെ മാലിന്യ സംസ്കരണം പൂർണ്ണ പരാജയമാണെന്ന് ആരോപിച്ച് BJP പ്രവർത്തകർ നഗരസഭ ഓഫീസിന് മുൻപിൽ നിൽപ്പ് സമരം നടത്തി. BJP ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച നിൽപ്പ് സമരം മഹിളാ മോർച്ച സംസ്ഥാന പ്രസിഡന്റ് അഡ്വക്കേറ്റ് C നിവേദിത ഉദ്ഘാടനം ചെയ്തു. BJP ഏരിയ പ്രസിഡന്റ് മനീഷ് കുളങ്ങര അധ്യക്ഷത വഹിച്ചു. വാർഡ് കൌൺസിലർ ശോഭ ഹരിനാരായണൻ, മണ്ഡലം പ്രസിഡന്റ് അനിൽ മഞ്ചറമ്പത്ത്, TV വാസുദേവൻ തുടങ്ങിയവർ സംസാരിച്ചു. മലപ്പുറം ചങ്ങരംകുളത്ത് പാലത്തിന് താഴെ സ്ഫോടക വസ്തു കണ്ടെത്തി. ചങ്ങരംകുളം പന്താവൂർ പാലത്തിന് താഴെയാണ് സ്ഫോടക വസ്തു കണ്ടെത്തിയത്. പന്താവൂർ പാലത്തിന് താഴെ മീൻ പിടിക്കാനെത്തിയ രാജേഷ് എന്നയാളുടെ വലയിലാണ് സ്ഫോടക വസ്തു കുടുങ്ങിയത്. ചങ്ങരംകുളം SI റോബർട്ടിന്റെ നേതൃത്വത്തിൽ പോലീസ് എത്തി പരിശോധന നടത്തി. ബോംബ് സ്ക്വാഡിന്റെ നേതൃത്വത്തിൽ സ്ഫോടക വസ്തു നിർവീര്യമാക്കി. ചാവക്കാട് ബീച്ച് ഫെസ്റ്റിവലിന്റെ ഭാഗമായി ടെൻഡർ നടപടി ശരിയായ രീതിയിലല്ല നടത്തിയതെന്ന പ്രതിപക്ഷ ആരോപണം. ചാവക്കാട് നഗരസഭയും DMCയും സംയുക്തമായി നടത്തിയ ബീച്ച് ഫെസ്റ്റിവലിൽ സൗണ്ട് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ ടെൻഡർ നടപടി സുതാര്യമായല്ല നടത്തിയതെന്നും വ്യാജ ടെൻഡർ നടത്തിയെന്നുമാണ് ആരോപണമുള്ളത്. വാർഡ് കൌൺസിലറും DMC മെമ്പർ കൂടിയായ PK കബീർ, പ്രതിപക്ഷ നേതാവ് KV സത്താർ എന്നിവരാണ് ആരോപണവുമായി രംഗത്ത് വന്നത്. ുമായി ബന്ധപ്പെട്ടുകൊണ്ട് വ്യാപകമായിട്ടുള്ള പരാതിയാണ്. അവിടെ ടെൻഡർ നടപടികൾ സുതാര്യമായല്ല നടന്നിട്ടുള്ളത്. അവിടെ സൗണ്ടും അനുബന്ധികമായിട്ടുള്ള പ്രവർത്തനങ്ങൾക്ക് 4 ലക്ഷം രൂപയാണ് ചാവക്കാട് നഗരസഭ വകയിരുത്തി നാളെ കൗൺസിൽ യോഗത്തിൽ പാസാക്കാൻ പോകുന്നത്. അതിൻ്റെ ടെൻഡർ നടപടികൾ 11/12/2024 1 മണിക്ക് മുമ്പ് പൂർത്തീകരിക്കണമെന്നാണ് ടെൻഡർ പരസ്യത്തിൽ നഗരസഭയും DMCയും പറഞ്ഞിരുന്നത്. പക്ഷേ 21-ാം തീയതിയാണ് അതിൻ്റെ ടെൻഡർ നടപടി എടുത്തിട്ടുള്ളത്. ആ ടെൻഡർ നടപടിയിൽ കാണിച്ചിട്ടുള്ള ബാക്കി വരുന്ന 2 കമ്പനികൾ, 2 കരാറുകാർ വ്യാജമായി സൃഷ്ടിച്ചെടുത്തതാണ് എന്നതാണ് ഞങ്ങൾ ഉന്നയിക്കുന്ന ആരോപണം. വ്യാജ ടെൻഡർ നടത്തി കരാറുകാരെ കൊണ്ട് വന്നതുകൂടാതെ ഫെസ്റ്റിവലിന്റെ പേരിൽ നിർബന്ധിച്ച് വ്യാപക പണപ്പിരിവ് നടത്തിയെന്നും ആരോപണം ഉന്നയിക്കുന്നു. എന്നാൽ ചാവക്കാട് ബീച്ച് ഫെസ്റ്റിവലിന്റെ പേരിൽ പ്രതിപക്ഷം നട്ടാൽ കുരുക്കാത്ത നുണ പ്രചരിപ്പിക്കുന്നതായി നഗരസഭാ ചെയർപേഴ്സൺ ശ്രീജ പ്രശാന്ത് പറഞ്ഞു. ബീച്ച് ഫെസ്റ്റിവൽ സംഘാടനവുമായി ബന്ധപ്പെട്ട ടെൻഡറും പ്രപ്പോസലും ക്ഷണിച്ചിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ വർക്ക് ഓർഡറുകൾ നൽകി എല്ലാ നടപടിക്രമങ്ങളും പാലിച്ചാണ് ഫെസ്റ്റിവൽ സംഘടിപ്പിച്ചതെന്ന് ചെയർപേഴ്സൺ പറഞ്ഞു. ചാവക്കാട് ബീച്ച് ഫെസ്റ്റിവലുമായി ബന്ധപ്പെട്ട് പ്രതിപക്ഷം ഉന്നയിക്കുന്ന ആരോപണങ്ങൾ തികച്ചും തെറ്റായ രീതിയിലാണ്. 2 ദിവസങ്ങളിലായി നടത്തുന്ന ഈ പരിപാടിയുടെ പ്രവർത്തനങ്ങളുടെ ഭാഗമായിട്ട് പ്രോഗ്രാമിന് വേണ്ടി പ്രപ്പോസൽ ക്ഷണിക്കുകയും അതോടൊപ്പം തന്നെ സ്റ്റേജ്, ലൈറ്റ് ആൻഡ് സൗണ്ട് എന്നിവയ്ക്കായി ടെൻഡർ ക്ഷണിക്കുകയാണ് ചെയ്തത്. ലൈറ്റ് ആൻഡ് സൗണ്ടിന്റെ ടെൻഡർ നഗരസഭയും സ്റ്റേജിന്റെ ടെൻഡർ DMCയും ക്ഷണിച്ചു. അതിന്റെ അടിസ്ഥാനത്തിൽ ലഭ്യമായ ടെൻഡറുകളിൽ ഏറ്റവും കുറവ് രേഖപ്പെടുത്തിയ ടെൻഡറാണ് നമ്മൾ അംഗീകരിച്ചത്. കൈവിട്ടു പോകുമായിരുന്ന ജീവനും ജീവിതവും തിരികെ തന്നതിന് വിവാഹ വാർഷിക നാളിൽ ഇഷ്ടദേവന് കാണിക്കയായി ചിത്രങ്ങൾ സമർപ്പിക്കാനൊരുങ്ങുകയാണ് മറ്റത്തൂരിലെ ചിത്രകാരിയായ രതി ബാബു. കണ്ണന്റെ 35ഓളം ചിത്രങ്ങളുടെ പ്രദർശനം ഗുരുവായൂരിൽ ഒരുക്കാനുള്ള ശ്രമത്തിലാണ് കൃഷ്ണഭക്തിയായ രതി. വാസുപുരം കാരപ്പള്ളി സുരേഷ് ബാബുവിന്റെ ഭാര്യയാണ് ചിത്രകാരിയായ രതി. വൃക്കമാറ്റ ശസ്ത്രക്രിയയ്ക്ക് ശേഷം വീടിനുള്ളിൽ ഒതുങ്ങിപ്പോയ രതി
ഒഴിവു സമയം ചിലവിടുന്നത് കൃഷ്ണന്റെ വിവിധ ഭാവങ്ങളിലുള്ള ചിത്രങ്ങൾ വരച്ചുകൊണ്ടാണ്. അതിജീവനത്തിനുള്ള ആത്മബലം പകർന്ന കണ്ണന് മുന്നിൽ കാണിക്കയായി താൻ വരച്ച ചിത്രങ്ങൾ സമർപ്പിക്കണമെന്നത് ഏറെക്കാലമായി രതിയുടെ ആഗ്രഹമായിരുന്നു. വിവാഹത്തിന്റെ 25ാം വാർഷിക ദിനമായ ഡിസംബർ 9 തന്നെ ഇതിനായി തെരഞ്ഞെടുക്കുകയായിരുന്നു. രതി വരച്ച 35 കൃഷ്ണചിത്രങ്ങളുടെ പ്രദർശനവും ഇതോടൊപ്പം ക്ഷേത്രനഗരിയിൽ സംഘടിപ്പിക്കുന്നുണ്ട്. ഓരോ ചിത്രവും കണ്ണന്റെ വ്യത്യസ്ത ഭാവങ്ങളിലുള്ളവയാണ്. രോഗാവസ്ഥയിൽ തനിക്ക് പ്രചോദനവും താങ്ങും തണലുമായി നിന്ന ജീവിത പങ്കാളി സുരേഷ് ബാബു തന്നെ പ്രദർശനം ഉദ്ഘാടനം ചെയ്യണമെന്നാണ് രതിയുടെ ആഗ്രഹം. രോഗബാധിതരായി വീടകങ്ങളിൽ തളയ്ക്കപ്പെട്ടു പോകുന്നവർക്കുള്ള അതിജീവനത്തിന്റെ പാഠമാണ് തന്റെ കലാസബരിയിലൂടെ രതി സമൂഹത്തിന് പകർന്നു നൽകുന്നത്. വേദനയെയും നിരാശയെയും മറികടന്ന് ജീവിതത്തിലേക്ക് കൈപിടിച്ചു കയറാൻ തങ്ങളിലെ സർഗവാസനകളുടെ കരുത്തുമതിയെന്ന് 48-കാരിയായ രതി പറയുന്നു. മകനെ ഗർഭം ധരിച്ച വേളയിലാണ് വൃക്കരോഗമുള്ളതായി കണ്ടെത്തിയത്. വർഷങ്ങളോളം രോഗാവസ്ഥയോട് പൊരുതിയാണ് ജീവിതം മുന്നോട്ട് കൊണ്ടുപോയത്. വേദനയിലും നിരാശയിലും മനസ്സ് തളർന്നപ്പോഴുമെല്ലാം കൃഷ്ണഭക്തിയും ചായക്കൂട്ടുകളുമാണ് ആശ്വാസം പകർന്നത്. ചിത്രങ്ങളാണ് ഞാൻ കൃഷ്ണന്റെ ചിത്രങ്ങൾ വരച്ചിട്ടുണ്ട്. അത് 35 തരത്തിലുള്ള ചിത്രങ്ങളാണ്. പിന്നെ കൃഷ്ണനെ എത്ര വരച്ചാലും മതിയാവില്ല. 35 ചിത്രങ്ങൾ വരയ്ക്കാനേ പറ്റിയിട്ടുള്ളൂ. കൂടുതൽ വരച്ചിരുന്നു, വിട്ടൊക്കെ പോയതാണ്. രോഗിയായിരുന്ന കാലഘട്ടത്തിൽ നിരവധി ചിത്രങ്ങൾ രതി വരച്ചു. 3.5 വർഷത്തോളം തുടർച്ചയായി ഡയാലിസിസിന് വിധേയയായി കഴിഞ്ഞപ്പോഴും ചിത്രം വരെയും ഭർത്താവും കുടുംബാംഗങ്ങളും പകർന്നു നൽകിയ ആത്മധൈര്യവുമാണ് രതിയെ ജീവിപ്പിച്ചത്. അമ്മ ഭവാനി തന്റെ വൃക്കകളിലൊന്ന് പകുത്തു നൽകി രതിയെ പൂർണ്ണ ആരോഗ്യവതിയായി ജീവിതത്തിലേക്ക് കൈപിടിച്ച് കയറ്റിയതോടെ തന്നിലെ സർഗവാസനകളെ കൂടുതൽ തേച്ചുമിനുക്കാൻ രതിക്ക് കഴിഞ്ഞു. TCV ന്യൂസ്, കൊടകര. മാള അന്നമനട എരയാങ്കുടി ഭഗവതി ക്ഷേത്രത്തിലെ ഭാഗവത സപ്താഹ യജ്ഞവും താലപ്പൊലി ഉത്സവവും ശനിയാഴ്ച ആരംഭിക്കും. കിഴക്കേടം ഹരിനാരായണ നമ്പൂതിരിയാണ് യജ്ഞാചാര്യൻ. തന്ത്രി കാശാങ്കോട്ടത്ത് സുനേശൻ നമ്പൂതിരി ഉത്സവ ചടങ്ങുകൾക്ക് കാർമ്മികനാകും. 14-ാം തീയതി രാത്രി കൊടിയേറ്റം നടക്കും. 19-ന് ലക്ഷദീപം, 23-ന് താലപ്പൊലി ദിവസം ശ്രീഭൂതബലി, പന്തീർനാടി നിവേദ്യം, കാഴ്ചശിവേലി, പഞ്ചവാദ്യം, കളമെഴുത്തുപാട്ട്, ഗുരുതി, താലപ്പൊലി, എഴുന്നള്ളിപ്പ്, മുടിയേറ്റ് എന്നിവ നടക്കും. ക്ഷേത്രം ഭാരവാഹികളായ KK രവി നമ്പൂതിരി, A വിദ്യാസാഗർ, P മുരളീധരൻ, P തിലകൻ എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. ഗുരുവായൂർ നഗരസഭയുടെ വിവിധ വാർഡുകളിൽ നടന്ന വലിച്ചെറിയൽ വിരുദ്ധ വാരാചരണം ശുചിത്വ സന്ദേശ റാലിയോടെ സമാപിച്ചു. റാലി നഗരസഭാ ചെയർമാൻ M കൃഷ്ണദാസ് ഫ്ളാഗ് ഓഫ് ചെയ്തു. വൈസ് ചെയർപേഴ്സൺ അനീഷ്മ ഷനോജ്, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺമാരായ AM ഷഫീർ, ശൈലജ സുധൻ, AS മനോജ്, ബിന്ദു അജിത് കുമാർ, ക്ലീൻ സിറ്റി മാനേജർ KS ലക്ഷ്മണൻ തുടങ്ങിയവർ നേതൃത്വം നൽകി. ചാലക്കുടി CMI പബ്ലിക് സ്കൂളിനോട് ചേർന്നുള്ള പാടം മണ്ണിട്ട് നികത്തുന്നതായി പരാതി. സ്കൂളിന്റെ ഉടമസ്ഥയിലെ 50 സെന്റ് സ്ഥലമാണ് ഇതെന്ന് പറയുന്നു. ജനങ്ങളുടെ കണ്ണുവെട്ടിച്ച് ഇവിടെ മണ്ണടിക്കുകയാണ് പതിവ്. നാട്ടുകാർ ഓടിക്കൂടിയപ്പോഴേക്കും ലോറികൾ സ്കൂൾ കോമ്പൗണ്ടിലേക്ക് കയറ്റിയിട്ടു. പ്രദേശവാസികൾ അറിയിച്ചതിനെ തുടർന്ന് ചാലക്കുടി പോലീസ് സ്ഥലത്തെത്തിയിരുന്നു. മാള തിരുമുക്കുളത്ത് പള്ളി വികാരിയെ കാർ തടഞ്ഞ് പുറത്തിറക്കി അസഭ്യം പറഞ്ഞ് ആക്രമിക്കാൻ ശ്രമിച്ച സംഭവത്തിൽ 4 പേർക്കെതിരെ മാള പോലീസ് കേസെടുത്തു. മരണഭയം ഉണ്ടാക്കുന്ന നിലയിൽ ഭീഷണിപ്പെടുത്തിയെന്നും തിരുമുക്കുളം സെന്റ് സെബാസ്റ്റ്യൻ പള്ളി വികാരി ഫാദർ ആന്റണി പോൾ പറയമ്പത്ത് മാള പോലീസിൽ മൊഴി നൽകി. തിരുമുക്കുളം സ്വദേശികളായ ഡേവിസ്, ഷൈജു, ലിനു, ലിൻസൺ എന്നിവർക്കെതിരെയാണ് കേസെടുത്തത്. പള്ളി വികാരിയെ റോഡിൽ വെച്ച് ആക്രമിക്കാൻ ശ്രമിച്ചവരെ തടഞ്ഞപ്പോൾ വ്യാപാരിയെയും കുടുംബത്തിനെയും മർദ്ദിച്ചതിനു ശേഷം ഭക്ഷണശാല അടിച്ചു തകർത്ത സംഭവത്തിൽ നേരത്തെ പോലീസ് കേസെടുത്തിരുന്നു. ജനങ്ങളുടെ ജീവനും സ്വത്തിനും സംരക്ഷണം നൽകാൻ പോരാടുന്ന PV അൻവർ MLAക്ക് മുസ്ലിം ലീഗ് പിന്തുണ നൽകുമെന്നും ജനങ്ങളെ ദ്രോഹിക്കുന്ന കാര്യത്തിൽ CPM മൃഗങ്ങളെക്കാൾ മോശമാണെന്നും മുസ്ലിം ലീഗ് ജില്ലാ പ്രസിഡന്റ് CA മുഹമ്മദ് റഷീദ് പറഞ്ഞു. മുസ്ലിം ലീഗ് കുന്നംകുളം നിയോജകമണ്ഡലം പ്രവർത്തക കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. പെരിയ ഇരട്ടക്കൊലപാതക കേസിലെ പ്രതിയായ കുഞ്ഞിരാമൻ MLAയെ രക്ഷിക്കാൻ പിണറായി സർക്കാർ പരിശ്രമിക്കുമ്പോൾ മനുഷ്യന്റെ ജീവനു വേണ്ടി സമരം ചെയ്ത PV അൻവർ MLAയെ ജയിലിലാക്കുവാനാണ് ശ്രമിച്ചത്. ഇത്തരം അനീതിയെ മുസ്ലിം ലീഗ് ശക്തമായി എതിർക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. നടന്ന കൺവെൻഷനിൽ മണ്ഡലം പ്രസിഡന്റ് KC മൊയ്തൂട്ടി അധ്യക്ഷനായി. തൃത്താല മണ്ഡലം സെക്രട്ടറി സുബൈർ കൊഴിക്കര, സംസ്ഥാന പ്രവർത്തക സമിതി അംഗം EB കമറുദ്ദീൻ, ജില്ലാ സെക്രട്ടറിമാരായ ഉസ്മാൻ കല്ലാട്ടയിൽ, ഗഫൂർ കടങ്ങോട്, യൂത്ത് ലീഗ് ജില്ലാ സെക്രട്ടറി സാബിർ കടങ്ങോട് തുടങ്ങിയവർ സംസാരിച്ചു. നമ്മുടെ ഗഫൂറിന്റെ മകൻ എപ്പോഴും പറഞ്ഞത് വേണമെങ്കിൽ
നമ്മളെ സംബന്ധിച്ച് വരാക്കര ഭഗവതി ക്ഷേത്രത്തിലെ പൂരമഹോത്സവത്തിന് കൊടിയേറി തന്ത്രി ഡോക്ടർ വിജയൻ കാരുമാത്ര കൊടിയേറ്റം നിർവഹിച്ചു. മേൽശാന്തി CN വത്സൻ, ക്ഷേത്രയോഗം ഭാരവാഹികളായ MV വിജയൻ, MV സുരേഷ്, VK സുനിൽ ബാബു, ഭാഗ്യവതി ചന്ദ്രൻ, CR ബാബുരാജ്, NR വിജയൻ, CR ആര്യൻ എന്നിവർ നേതൃത്വം നൽകി. ഈ മാസം 13-നാണ് പൂരം. മുല്ലശ്ശേരി ബ്ലോക്ക് പഞ്ചായത്ത് കേരളോത്സവത്തിൽ മുല്ലശ്ശേരി പഞ്ചായത്ത് ഓവറോൾ ചാമ്പ്യന്മാരായി. MLA മുരളി പെരുന്നല്ലി സമാപന സമ്മേളനത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ലതി വേണുഗോപാൽ അധ്യക്ഷത വഹിച്ചു. പാവറട്ടി പഞ്ചായത്ത് പ്രസിഡന്റ് MM റൊജീന, മുല്ലശ്ശേരി പഞ്ചായത്ത് പ്രസിഡന്റ് ദിൽന ധനേഷ്, വെങ്ങടങ്ങ് പഞ്ചായത്ത് പ്രസിഡന്റ് കൊച്ചപ്പൻ വടക്കൻ, ജനപ്രതിനിധികളായ ലീന ശ്രീകുമാർ, ഗ്രേസി ജേക്കബ്, EV പ്രഭീഷ് തുടങ്ങിയവർ സംസാരിച്ചു. ഏറ്റവും കൂടുതൽ പോയിന്റ് നേടി മുല്ലശ്ശേരി പഞ്ചായത്ത് 1-ാം സ്ഥാനവും എളവള്ളി പഞ്ചായത്ത് 2-ാം സ്ഥാനവും നേടി. 59-ാം വയസ്സിൽ നിയമം പഠിച്ച് വക്കീൽ കുപ്പായം അണിയുകയാണ് കോടാലി സ്വദേശിനിയായ മിനി ഡേവിസ് എന്ന വീട്ടമ്മ. വീട്ടകങ്ങളിൽ ഒതുങ്ങിക്കൂടുന്ന വീട്ടമ്മമാർക്ക് കരുത്തും പ്രചോദനവും പകരുന്നതാണ് മിനി ഡേവിസിന്റെ LLB ബിരുദം. കോടാലി ചിറയത്ത് വീട്ടിൽ ഡേവിസിന്റെ ഭാര്യയായ മിനിക്ക് LLB നേടണമെന്നുള്ള ആഗ്രഹം ചെറുപ്പം മുതലേ ഉണ്ടായിരുന്നു. പരിയാരം കാഞ്ഞിരപ്പള്ളിയിലെ കർഷക കുടുംബത്തിൽ ജനിച്ചു വളർന്ന മിനി കൊമേഴ്സിൽ ബിരുദമെടുത്ത് വൈകാതെ വിവാഹിതയായി. വിവാഹത്തിന് മുൻപ് കുറച്ചുകാലം പരിയാരം സഹകരണ ബാങ്കിൽ ജോലി ചെയ്തിരുന്നു. കുടുംബജീവിതത്തിലേക്ക് കടന്നതോടെ കുട്ടികളുടെ പരിചരണത്തിനായി മുഴുവൻ സമയവും മാറ്റിവെച്ച് വീടിനുള്ളിൽ ഒതുങ്ങി. ഭർത്താവ് പ്രവാസിയായതിനാൽ കുട്ടികളുടെ സംരക്ഷണ ചുമതല മുഴുവനായും ഏറ്റെടുക്കേണ്ടി വന്നു. ഇടയ്ക്ക് കുറച്ചുകാലം മുംബൈയിലും ഗൾഫിലും ഭർത്താവിനും കുട്ടികൾക്കുമൊപ്പം താമസിച്ചു. LLB എന്ന സ്വപ്നം അപ്പോഴും മനസ്സിലുണ്ടായിരുന്നുവെന്ന് അഡ്വക്കേറ്റ് മിനി ഡേവിസ് പറഞ്ഞു. എനിക്ക് പണ്ട് മുതലേ ഉള്ള ഒരു ആഗ്രഹമായിരുന്നു LLB എടുക്കണം എന്നുള്ളത്. ഒരു അഡ്വക്കേറ്റ് ആവാന്നുള്ളത് എൻ്റെ മനസ്സിലെ ഡിഗ്രി കഴിഞ്ഞപ്പോൾ അന്ന് തുടങ്ങിയുള്ള ഒരാഗ്രഹമാണ്. പക്ഷെ ഡിഗ്രി കഴിഞ്ഞ് ഞാൻ കോപ്പറേറ്റീവ് ബാങ്കിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ്, ടെമ്പററി ആയിട്ട് വർക്ക് ചെയ്യുമ്പോഴാണ് ഹസ്ബൻഡ് കല്യാണം കഴിഞ്ഞ് തന്നെ ഹസ്ബൻഡ് ബോംബെക്ക് കൊണ്ടുപോയി. അപ്പൊ പിന്നെ ഞാൻ മക്കളുടെ കാര്യങ്ങൾ കെയർ ചെയ്യണം. എൻ്റെ മനസ്സിൽ പിന്നെ അതായി. കാരണം എൻ്റെ ഈ ആഗ്രഹം ഞാൻ തൽക്കാലം പെട്ടിയിലാക്കി എന്ന് പറയാം. മകൻ ഫെലിക്സ് ആണ് അമ്മയുടെ മനസ്സിലെ പണ്ട് മുതലേയുള്ള മോഹം സഫലമാക്കാൻ മുൻകൈയെടുത്തത്. പാലക്കാട് ലക്കിടിയിലെ നെഹ്റു അക്കാദമി ഓഫ് ലോയിൽ പഠനം ആരംഭിച്ചു. തന്റെ മക്കളെക്കാൾ പ്രായം കുറഞ്ഞ സഹപാഠികൾക്കൊപ്പം ഇരുന്നാണ് മിനി നിയമപഠനം പൂർത്തിയാക്കിയത്. ഹോസ്റ്റലിൽ താമസിച്ച് റെഗുലർ സ്റ്റുഡന്റായി ദിവസവും ക്ലാസ്സിലെത്തിയിരുന്ന തന്നോട് സഹപാഠികളായ പെൺകുട്ടികൾക്ക് ബഹുമാനം കലർന്ന സ്നേഹമാണുണ്ടായിരുന്നതെന്ന് മിനി പറയുന്നു. കോഴ്സ് പൂർത്തിയാക്കിയ മിനി കഴിഞ്ഞ ദിവസം ഹൈക്കോടതിയിൽ എൻറോൾ ചെയ്ത് അഭിഭാഷക വൃത്തിക്ക് തുടക്കം കുറിച്ചു. ചാലക്കുടി കോടതിയിൽ പ്രാക്ടീസ് ചെയ്യാനാണ് തീരുമാനം. വർഷങ്ങൾക്ക് മുൻപുള്ള ക്യാമ്പസ് ജീവിതത്തിൽ നിന്ന് തികച്ചും വ്യത്യസ്തമായിരുന്നു 2-ാം ക്യാമ്പസ് ജീവിതത്തിലെ അനുഭവങ്ങളെന്നും അഡ്വക്കേറ്റ് മിനി ഡേവിസ് പറഞ്ഞു. വളരെ നല്ല രീതിയിൽ തന്നെ എനിക്ക് LLB കംപ്ലീറ്റ് ആവാൻ പാസ്സാവാൻ കഴിഞ്ഞു. ഒരു സപ്ലി പോലും ഇല്ലാതെ എനിക്ക് പാസ്സാവാൻ പറ്റി. വീട്ടമ്മമാരായിട്ട് ഒതുങ്ങിയിരിക്കാതെ അത്യാവശ്യം കുടുംബിനി ആവണം, മക്കളുടെ കാര്യം നോക്കണം. പക്ഷെ സ്വന്തം കരിയർ ബ്രേക്കായി എന്ന് പറഞ്ഞിരിക്കാതെ മുന്നോട്ട് വരണം എന്നുള്ളതാണ് എല്ലാ വീട്ടമ്മമാരും. നാളെ മേലില് അവരും മുന്നോട്ട് ഫോർവേഡ് ആയിട്ട് വരണം എന്നുള്ളതാണ് എൻ്റെ ആഗ്രഹം. മനസ്സിൽ സൂക്ഷിച്ച സ്വപ്നം കഠിന പ്രയത്നത്തിലൂടെ സഹധർമ്മിണി നേടിയെടുത്തതിലുള്ള ആഹ്ലാദം ഡേവിസ് ചിറയത്തും പങ്കുവച്ചു. കാരണം പണ്ട് മുതലേ ആൾക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷെ മക്കളുടെ കാര്യങ്ങളും ഞങ്ങൾ ഗൾഫിലായിരുന്നു. അപ്പൊ അതെല്ലാം കൂടിയായപ്പോൾ ആൾക്ക് അത് ചെയ്യാൻ പറ്റാത്തത് തോന്നുന്നു. ഇപ്പൊ ഞാൻ റിട്ടയർഡ് ആയിട്ട് പോകുന്നു. അപ്പൊ ആളുടെ എൻറോൾമെന്റ് എല്ലാം ക്ലിയർ ആയി. അതൊരു പ്രത്യേക അനുഭവമാണ് ഞങ്ങൾക്ക് എല്ലാവർക്കും. ഞങ്ങളുടെ മക്കളും എല്ലാവരും ഭയങ്കര മോട്ടിവേഷനാണ്. എല്ലാ കുടുംബാംഗങ്ങളും, ആളുടെ കുടുംബമായാലും ഞങ്ങളുടെ കുടുംബമായാലും ഭയങ്കര മോട്ടിവേഷനായിരുന്നു ആൾക്ക് LLB പഠിച്ച് പാസ്സാവണം എന്നുള്ള ഒരു ആഗ്രഹം. മനസ്സിലെ ആഗ്രഹങ്ങൾക്ക് ചിറക് നൽകാൻ പ്രായം ഒരു തടസ്സമല്ലെന്നാണ് മിനി ഡേവിസിന് പറയാനുള്ളത്. TCV ന്യൂസ്, കൊടകര. ചിറ്റാട്ടുകര സെന്റ് സെബാസ്റ്റ്യൻസ് ദേവാലയത്തിലെ കമ്പിടി തിരുനാൾ ഭക്തിസാന്ദ്രമായി. ഫാദർ സിബി പുത്തൂർ മുഖ്യ കാർമ്മികത്വം വഹിച്ചു. ഫാദർ റെന്നി മുണ്ടൻ കുര്യൻ തിരുനാൾ സന്ദേശം നൽകി. ഫാദർ നോബി അയ്യനേത്ത് സഹകാർമ്മികനായിരുന്നു. തിരുനാൾ പ്രദക്ഷിണം ഭക്തിസാന്ദ്രമായി. വികാരി ഫാദർ വിൽസൺ പിടിയത്ത്, ഫാദർ ജേസൺ പുതുപ്പള്ളിൽ എന്നിവർ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി.
ഇറവ് ശ്രീ മഹാവിഷ്ണു ക്ഷേത്രത്തിലെ പൂരാഘോഷത്തിന് തുടക്കമിട്ട് കലാപരിപാടികൾക്ക് തിരശ്ശീല ഉയർന്നു. ക്ഷേത്രം മേൽശാന്തി നാരായണ ശർമ്മ ഭദ്രദീപം കൊളുത്തി ഉദ്ഘാടനം ചെയ്തു. ക്ഷേത്രം പ്രസിഡന്റ് മോഹനൻ പൂവശ്ശേരി, സെക്രട്ടറി മധുസൂദനൻ കണ്ടേങ്കാവിൽ തുടങ്ങിയവർ പങ്കെടുത്തു. തദ്ദേശവാസികളായ കലാകാരികളുടെ നൃത്താവിഷ്കാരങ്ങൾ അരങ്ങേറി. ഇറവ് തുളസിക്കതിർ ടീമിന്റെ തിരുവാതിരക്കളിയും ഉണ്ടായിരുന്നു. ഈ മാസം 11 വരെയാണ് പൂരാഘോഷം. വരന്തരപ്പള്ളിയിൽ കിണറ്റിൽ വീണ വീട്ടമ്മ മരിച്ചു. വരന്തരപ്പള്ളി പൗണ്ട് മൊയിലൻപടി സ്വദേശി അമ്പലത്തറ വീട്ടിൽ ഉണ്ണികൃഷ്ണന്റെ ഭാര്യ 58 വയസ്സുള്ള ശൈലജയാണ് മരിച്ചത്. വീടിന്റെ സമീപത്തുള്ള ആളൊഴിഞ്ഞ പറമ്പിലെ കിണറ്റിലാണ് ശൈലജ വീണത്. ശൈലജയെ കാണാനില്ലെന്ന പരാതിയിൽ അന്വേഷണത്തിനെത്തിയ വരന്തരപ്പള്ളി പോലീസാണ് ഇവരെ കിണറ്റിൽ വീണുകിടക്കുന്നത് കണ്ടത്. ഉടൻ തന്നെ CPO വിബീഷ് വിശ്വനാഥൻ നാട്ടുകാരുടെ സഹായത്തോടെ കിണറ്റിലിറങ്ങി രക്ഷപ്പെടുത്തുകയായിരുന്നു. പരിക്കേറ്റ ശൈലജയെ തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും ചികിത്സയിലിരിക്കെ മരിച്ചു. വരന്തരപ്പള്ളി പോലീസ് മേൽ നടപടികൾ സ്വീകരിച്ചു. പുനരുദ്ധരിച്ച കൊടുങ്ങല്ലൂർ ചേരമാൻ ജുമാ മസ്ജിദിന്റെ മിനിയേച്ചർ ഒരുക്കി വ്യാപാരി. മേത്തല ചിത്തിരവളവ് സ്വദേശി വാടപ്പിള്ളി സക്കരിയയാണ് ഇന്ത്യയിലെ ആദ്യത്തെ മുസ്ലിം ദേവാലയത്തിന്റെ ചെറുപതിപ്പ് തയ്യാറാക്കിയത്. ചേരമാൻ ജുമാ മസ്ജിദിന് കീഴിലുള്ള ഷോപ്പിംഗ് കോംപ്ലക്സിൽ വ്യാപാര സ്ഥാപനം നടത്തുന്ന സക്കരിയ 3 മാസത്തെ പരിശ്രമത്തിലൂടെയാണ് മിനിയേച്ചർ നിർമ്മിച്ചത്. പ്ലാസ്റ്റർ പാരിസിൽ ചേരമാൻ പള്ളിയുടെ ഒരു സംഭവം ചെയ്താൽ എങ്ങനെ ഉണ്ടാകും എന്നുള്ളൊരു ഐഡിയ മനസ്സിൽ തോന്നിയതാണ്. ശരിക്കും ഒരു 3 മാസമെങ്കിലും ആയിട്ടുണ്ടാവും. 3 മാസം പിടിച്ചു ഇത് ഇങ്ങനെ സെറ്റ് ചെയ്യാനായിട്ട്. കാരണം ഇപ്പോൾ നമ്മൾ പള്ളിയിൽ പോകുമ്പോഴൊക്കെ ഓരോ പ്ലാനുകൾ നമ്മുടെ മനസ്സിലുണ്ടാവും. അപ്പോൾ ഇത് പ്ലാസ്റ്റർ പാരീസ് ആകുമ്പോൾ നമുക്ക് കറക്റ്റ് കട്ടിങ്ങും കാര്യങ്ങളൊക്കെ നമുക്ക് കിട്ടും. ഇപ്പോൾ ധർമ്മക്കളാകുമ്പോൾ അത്രയും കിട്ടൂല. പിന്നെ കുറച്ച് തീപ്പിട്ടിക്കോല് അതിൻ്റെ ഒരു ആവശ്യം വന്നായിരുന്നു, ജനലും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യാനായിട്ട്. പ്ലാസ്റ്റർ ഓഫ് പാരീസ്, കാർഡ്ബോർഡ് തുടങ്ങിയ വസ്തുക്കൾ ഉപയോഗിച്ചായിരുന്നു നിർമ്മാണം. 2 അടി നീളവും 1 അടി വീതിയുമുള്ള പ്രതലത്തിലാണ് മിനിയേച്ചർ തയ്യാറാക്കിയിട്ടുള്ളത്. പള്ളിയുടെ അകത്തളങ്ങളിലെ പ്രസംഗപീഠവും തൂക്കുവിളക്കുമെല്ലാം മിനിയേച്ചറിലുണ്ട്. വൈദ്യുതി ദീപങ്ങൾ കൊണ്ട് അലങ്കരിച്ച മിനിയേച്ചർ കാഴ്ചക്കാരെ ആകർഷിക്കുന്ന വിധത്തിൽ ഭംഗിയുള്ളതാണ്. മേഖലയിലെ അറിയപ്പെടുന്ന മാപ്പിളപ്പാട്ട് ഗായകൻ കൂടിയാണ് സക്കരിയ. TCV ന്യൂസ്, കൊടുങ്ങല്ലൂർ. പാവറട്ടി പഞ്ചായത്തിന്റെ പുതിയ ഓഫീസ് കെട്ടിടത്തിലെ ഇന്റീരിയർ ജോലിയുമായി ബന്ധപ്പെട്ട് പഞ്ചായത്ത് സെക്രട്ടറിക്കെതിരെ വകുപ്പുതല നടപടിക്ക് വിജിലൻസ് ശുപാർശ ചെയ്തു. നടപടിക്രമങ്ങൾ പാലിക്കാതെയാണ് ജോലികൾ ചെയ്തതെന്നാണ് വിജിലൻസിന്റെ കണ്ടെത്തൽ. സർക്കാർ ഏജൻസിയായ തൃശൂർ പൂത്തോളിലെ ആർട്ട്കോ ലിമിറ്റഡ് എന്ന സ്ഥാപനമാണ് ഇന്റീരിയർ ജോലികൾ ചെയ്തത്. വിഷയവുമായി ബന്ധപ്പെട്ട് ആരോഗ്യ വിദ്യാഭ്യാസകാര്യ ചെയർപേഴ്സൺ വിമല സേതുമാധവനാണ് വിജിലൻസിന് പരാതി നൽകിയത്. സാങ്കേതിക വിഭാഗത്തെ ഉപയോഗിച്ച് ആവശ്യമായ പരിശോധന നടത്തി മാത്രമേ 1ാം ഘട്ട നിർമ്മാണ പ്രവർത്തനങ്ങളുടെ ബാലൻസ് തുകയും 2-3 ഘട്ടങ്ങളിലെ നിർമ്മാണ ജോലികളുടെ ബിൽ തുകയും കൈമാറാൻ പാടുള്ളൂവെന്നും നിർദ്ദേശമുണ്ട്. വെങ്കടങ്ങ പഞ്ചായത്ത് 12ാം വാർഡിലെ മഹാത്മാഗാന്ധി റോഡ് നിർമ്മാണം തുടങ്ങി. ജില്ലാ പഞ്ചായത്ത് 5 ലക്ഷം രൂപയും വെങ്കടങ്ങ പഞ്ചായത്ത് 1 ലക്ഷം രൂപയും ചെലവഴിച്ചാണ് പദ്ധതി നടപ്പിലാക്കുന്നത്. തൃശൂർ ജില്ലാ പഞ്ചായത്ത് അംഗം ബെന്നി ആന്റണി റോഡിന്റെ നിർമ്മാണോദ്ഘാടനം നിർവഹിച്ചു. വെങ്കടങ്ങ പഞ്ചായത്ത് പ്രസിഡന്റ് കൊച്ചപ്പൻ വടക്കൻ അധ്യക്ഷത വഹിച്ചു. ജനപ്രതിനിധികളായ ഷാജു അമ്പലത്ത്, മുംതാസ് റസാഖ്, RV മൊയ്നുദ്ദീൻ, പൂർണിമ മോഹൻ, ചാന്ദിനി വേണു, സൗമ്യ സുഗു, സോമശേഖരൻ, ബസിജ വിജേഷ് എന്നിവർ സംസാരിച്ചു. കാഞ്ഞാണി പെരുമ്പുഴ പാലത്തിൽ അമിത വേഗതയിൽ വന്ന സ്വകാര്യ ബസ് പെട്ടി ഓട്ടോയിലിടിച്ച് അപകടം. പെട്ടി ഓട്ടോ ഡ്രൈവർക്ക് ഗുരുതര പരിക്ക്. വെളുത്തൂർ സ്വദേശി മാരാൻ വീട്ടിൽ ഉണ്ണികൃഷ്ണനാണ് പരിക്കേറ്റത്. മീൻ വിൽപ്പനക്കാരനായ ഉണ്ണികൃഷ്ണൻ മീനെടുക്കാൻ ചേറ്റുവയിലേക്ക് പോകും വഴിയാണ് അപകടം. പെരിഞ്ഞനത്ത് നിന്ന് തൃശൂർക്ക് വന്നിരുന്ന കമൽരാജ് ബസ്സിടിച്ചാണ് അപകടം സംഭവിച്ചത്. ബസ് അമിത വേഗതയിലും പാലത്തിന് മേൽ മറ്റൊരു വാഹനത്തെ മറികടന്നും വന്നാണ് അപകടമുണ്ടായതെന്ന് ദൃക്സാക്ഷികൾ പറഞ്ഞു. നെല്ലുവായി ശ്രീ ധന്വന്തരി ക്ഷേത്രത്തിലെ വൈകുണ്ഠ ഏകാദശിയോടനുബന്ധിച്ചുള്ള സംഗീതോത്സവത്തിന് തുടക്കമായി. ക്ഷേത്രം തന്ത്രി കീഴ്മുണ്ടയൂർ നീലകണ്ഠൻ നമ്പൂതിരി ഉദ്ഘാടനം ചെയ്തു. ദേവസ്വം സെക്രട്ടറി P. ബിന്ദു, ദേവസ്വം ഓഫീസർ PB ബിജു എന്നിവർ സന്നിഹിതരായിരുന്നു. വയലിനിൽ മുരളീധരൻ ഷൊർണൂരും VT ശങ്കരനാരായണൻ മേഴത്തൂരും, മൃദംഗത്തിൽ കലാമണ്ഡലം ജീവേഷ് ശാസ്ത്രിയും കലാമണ്ഡലം കൃഷ്ണപ്രസാദും പക്കമേളമൊരുക്കി. വെള്ളിയാഴ്ചയാണ് നെല്ലുവായി ഏകാദശി.
പള്ളിപ്പെരുന്നാളിന് ബാൻഡ് വാദ്യത്തിനിടെ ബാൻഡ് വായിച്ച് കാണികളിൽ ആവേശം പകർന്ന് പള്ളി വികാരി. എറവ് സെന്റ് തെരേസസ് കപ്പൽപ്പള്ളി തിരുനാൾ ദിനത്തിൽ നടന്ന തിരുമുറ്റ ബാൻഡ് മേളത്തിലാണ് വികാരി ഫാദർ റോയ് ജോസഫ് വടക്കൻ ബാൻഡ് വാദ്യ കലാകാരന്മാരോടൊപ്പം ചേർന്ന് ബാൻഡ് വായിച്ചത്. ഇടുക്കി രാജാക്കാട് ഹെവൻലി വോയ്സ് ബാൻഡ് സെറ്റും പാലക്കാട് ശിവശക്തി ബാൻഡ് സെറ്റും ചേർന്ന് നടത്തിയ സൗഹൃദ മത്സരത്തിലാണ് ഫാദർ റോയ് ജോസഫ് വടക്കൻ കാണികളിൽ കൗതുകവും ആവേശവും പകർന്നത്. ഏനമാവ് സ്വദേശിയായ വൈദികൻ സ്വയം പരിശീലനത്തിലൂടെയാണ് ബാൻഡ് വായിക്കുവാനുള്ള കഴിവ് സ്വായത്തമാക്കിയത്. തെങ്ങുകയറ്റത്തിന് പരിശീലനം നൽകി ഗ്രീൻ ആർമി. പരിശീലനം വിജയകരമായി പൂർത്തീകരിക്കുന്നവർക്ക് സർട്ടിഫിക്കറ്റും. കേരവൃക്ഷത്തിന്റെ ഉയരങ്ങൾ കീഴടക്കാനുള്ള 25-അംഗ സംഘത്തിന്റെ പരിശീലനത്തിന് ബുധനാഴ്ച സമാപനമാകും. തെങ്ങുകയറ്റം വെല്ലുവിളിയല്ലാതാക്കാൻ പ്രത്യേക പരിശീലനം നൽകി വർഷം മുഴുവൻ ജോലി ഉറപ്പാക്കുന്നതിന് കേരള ലേബർ ബാങ്ക് രൂപീകരിക്കാനുള്ള ഗ്രീൻ ആർമി കർമ്മ പദ്ധതിയുടെ ഭാഗമായാണ് പരിശീലനം. ലേബർ ബാങ്കിൽ ആദ്യഘട്ടത്തിൽ 25 പേരെയാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. നാളികേര വികസന ബോർഡിന്റെ ഫ്രണ്ട്സ് ഓഫ് കോക്കനട്ട് ട്രീ പദ്ധതിയുടെ ഭാഗമായുള്ള ആദ്യ ബാച്ചിന്റെ പരിശീലനം വടക്കാഞ്ചേരി നഗരസഭയിലെ തിരുത്തിപ്പറമ്പിലുള്ള ഗ്രീൻ ആർമി കേന്ദ്രത്തിൽ നടന്നു വരികയാണ്. 5 ദിന പരിശീലനത്തിന് താമസം, ഭക്ഷണം എന്നിവ സൗജന്യമാണ്. പരിശീലനം പൂർത്തിയാക്കുന്നവർക്ക് 1 വർഷം 7 ലക്ഷം രൂപയുടെ ഇൻഷുറൻസ്, സർക്കാർ അംഗീകൃത സർട്ടിഫിക്കറ്റ്, തെങ്ങുകയറ്റ യന്ത്രം എന്നിവ നൽകും. പഞ്ചാബിലെ അഗ്രികൾച്ചറൽ യൂണിവേഴ്സിറ്റിയിൽ നിന്നുള്ള 2 വിദ്യാർത്ഥികളടക്കം 25 പേരാണ് പരിശീലനത്തിൽ പങ്കെടുക്കുന്നത്. വടക്കാഞ്ചേരി ബ്ലോക്ക് പഞ്ചായത്ത് ആരംഭിച്ച ഗ്രീൻ ആർമി കാർഷിക മേഖലയ്ക്ക് പുത്തൻ ഉണർവ് നൽകുന്ന കൂട്ടായ്മയാണ്. തൊഴിലുറപ്പ് തൊഴിലാളികളും സേനയുടെ ഭാഗമാണ്. TCV വടക്കാഞ്ചേരി. വെള്ളിക്കുളങ്ങര കുറിഞ്ഞിപ്പാടത്ത് തെരുവ് നായ്ക്കൾ വളഞ്ഞിട്ട് ആക്രമിച്ച മാൻപേടയ്ക്ക് പ്രദേശവാസിയും ദേശീയ പഞ്ചഗുസ്തി ചാമ്പ്യനുമായ കിഴക്കേപ്പിടിക പോൾദാസ് രക്ഷകനായി. വനപ്രദേശത്ത് നിന്ന് കൂട്ടം തെറ്റി ജനവാസ മേഖലയിൽ ഇറങ്ങിയ മാനിനെ 8ഓളം വരുന്ന തെരുവ് നായ്ക്കളും പിന്തുടർന്ന് ആക്രമിക്കുകയായിരുന്നു. തെരുവ് നായ്ക്കളുടെ കൂട്ടത്തോടെയുള്ള ആക്രമണത്തിൽ നിന്നും ഏറെ നേരത്തെ പരിശ്രമത്തിനൊടുവിൽ പോൾദാസ് തെരുവ് നായ്ക്കളെ തുരത്തി മാനിനെ രക്ഷിക്കുകയായിരുന്നു. വിവരം അറിയിച്ചതിനെ തുടർന്ന് വനപാലകരെത്തി മാനിനെ കാട്ടിലേക്ക് വിട്ടയച്ചു. വടക്കാഞ്ചേരി റെയിൽവേ സ്റ്റേഷന് സമീപം വാഹനങ്ങൾ കൂട്ടിയിടിച്ച അപകടം. സ്പോർട്സ് ടർഫിന് സമീപത്താണ് അപകടം. ആർക്കും പരിക്കില്ല. തൃശൂർ ഭാഗത്തേക്ക് പോയിരുന്ന ലോറിയെ കാർ മറികടക്കുന്നതിനിടയിൽ ലോറിയുടെ വശത്തിടിക്കുകയും തുടർന്ന് നിയന്ത്രണം വിട്ട കാർ റോഡരികിൽ പാർക്ക് ചെയ്ത മറ്റൊരു വാഹനത്തിൽ ഇടിക്കുകയുമായിരുന്നു. സമീപത്തുള്ള വ്യാപാര സ്ഥാപനത്തിലെ CCTVയിൽ അപകട ദൃശ്യങ്ങൾ പതിഞ്ഞിട്ടുണ്ട്. ഇനി സ്വർണം, വെള്ളി, പ്ലാറ്റിനം നിരക്കുകൾ. തരകൻസ് റോയൽ ജ്വല്ലറി സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് നിങ്ങളുടെ അമൂല്യമായ വജ്രത്തിന് ഇനി മുഴുവൻ മൂല്യവും തരകൻസ് റോയൽ ജ്വല്ലറി, കുന്നംകുളം, ഷാർജ. സ്വർണം ഗ്രാമിന് 7180 രൂപ, പവന് 57,440 രൂപ. വെള്ളി ഗ്രാമിന് 97 രൂപ, പ്ലാറ്റിനം ഗ്രാമിന് 3260 രൂപ. തരകൻസ് റോയൽ ജ്വല്ലറി സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് നിങ്ങളുടെ അമൂല്യമായ വജ്രത്തിന് ഇനി മുഴുവൻ മൂല്യവും തരകൻസ് റോയൽ ജ്വല്ലറി, കുന്നംകുളം, ഷാർജ. ഒരിക്കൽ കൂടി നോക്കാം പ്രധാന വാർത്തകൾ. HMV വൈറസ് ബാധ സംബന്ധിച്ച് സംസ്ഥാന ആശങ്ക വേണ്ടെന്ന് ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ്. HMV വൈറസിനെ സംബന്ധിച്ച് പ്രചരിക്കുന്ന വാർത്തകൾ വാസ്തവ വിരുദ്ധമാണെന്ന് ആരോഗ്യമന്ത്രി. എല്ലാവർക്കും വീടും ഭൂമിയും ഈ സർക്കാരിന്റെ പ്രഖ്യാപിത ലക്ഷ്യമാണെന്ന് റവന്യൂ വകുപ്പ് മന്ത്രി കെ രാജൻ. കുന്നംകുളത്ത് മന്ത്രിയുടെ അധ്യക്ഷതയിൽ നടന്ന അദാലത്തിൽ 12 പേർക്ക് പട്ടയവും 20 പേർക്ക് മുൻഗണന റേഷൻ കാർഡുകളും വിതരണം ചെയ്തു. തൃശൂർ മെഡിക്കൽ കോളേജിൽ വികസന പ്രവർത്തനങ്ങൾക്ക് തുടക്കമായി. മെഡിക്കൽ കോളേജിന്റെ വൈദ്യുതി ആവശ്യങ്ങൾ നിറവേറ്റാൻ 33 kV സബ്സ്റ്റേഷൻ നിർമ്മിക്കുവാനുള്ള നടപടി തുടങ്ങിയെന്ന് ആരോഗ്യമന്ത്രി വീണ ജോർജ്. സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ സ്വർണ്ണക്കപ്പിനായി പൊരിഞ്ഞ പോരാട്ടം. 935 പോയിന്റുമായി തൃശൂർ ജില്ല 1ാം സ്ഥാനത്ത് തുടരുന്നു. ഈ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.